ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്റ്റ് മെന്റാലിറ്റിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ്. ഇങ്ങനെയാണ്, 8-9 വാക്യങ്ങളാണ്. ഇങ്ങനെയാണ്: ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഈ കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസെ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ഇത് നമുക്കറിയാം, യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെ സമയമാണ്. യേശു ശിഷ്യന്മാരോട് കൂടി ഇരിക്കുകയാണ്. അവസാന അത്താഴം കഴിക്കുന്ന സമയമാണ്. അപ്പൊ യേശു പല കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്, ഞാൻ വഴിയൊരുക്കാൻ പോവുകയാണ്. വഴിയൊരുക്കി കഴിയുമ്പോൾ പിതാവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാൻ വരും. ഇതെല്ലാം പറയുമ്പോൾ ഫിലിപ്പോസ് യേശുവിനോട് പറയുന്ന ഒരു വാക്കാണ്: പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ചോദ്യത്തിന്, ഈ വാക്കിന് യേശു പറഞ്ഞ റെസ്പോൺസ് വ്യക്തിപരമായി ഞാൻ പറയുന്നത് യേശുവിന്റെ ഹൃദയം തകർന്നുള്ള ഒരു വാക്കായിട്ടാണ് ഞാൻ പറയുന്നത്. യേശു പറയുന്നത് എങ്ങനെയാണ്: ഇക്കാലം അത്രയും ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസെ, നീ എന്നെ അറിയുന്നില്ലേ? 3.5 കൊല്ലം നീ എൻ്റെ കൂടെ നടന്നു. ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ നീ കണ്ടു. മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടു. ലാസറിനെ ഉയർപ്പിച്ചത് നീ കണ്ടു. ജൈറോസിന്റെ വീട്ടിൽ ഞാൻ ചെയ്ത അത്ഭുതം നീ കണ്ടു. എൻ്റെ വസ്ത്രത്തിൽ തൊട്ടവർ സൗഖ്യമായിരുന്നു നീ കണ്ടു. കുഷ്ഠരോഗികൾ സൗഖ്യമായിരുന്നു നീ കണ്ടു. ഞാൻ അധികാരത്തോടെ പിശാചുക്കളെ പുറത്താക്കുന്നത് നീ കണ്ടു. ഇതെല്ലാം കണ്ടിട്ടും നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഞാനാണ് ദൈവമെന്ന്, പിതാവും ഞാനും ഒന്നാണെന്ന് നിനക്ക് എന്തിനും മനസ്സിലാക്കാൻ പറ്റിയില്ലേ? പിതാവിൽ നിന്നുള്ള അനേകം പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു, എന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? യേശു ഹൃദയത്തിനകത്ത് നിന്ന്, അവന്റെ ദൈവമാണെന്നുള്ള ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ടിട്ട് അവൻ വിഷമത്തോടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ ദൈവമാണ്, എന്നെ നോക്ക്, എന്നെ മനസ്സിലാക്കി. ആ ഒരവസ്ഥയിലും യേശു സ്ഥാപിക്കുകയാണ്: ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം എന്നവൻ സ്ഥാപിക്കുന്ന ഒരവസ്ഥയാണത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഈ ക്രൈസ്റ്റ് മെന്റാലിറ്റിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഹി നോസ് ഹു ഹി ഈസ്. അവൻ ആരാണെന്ന് ഒരു വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഒരു സാഹചര്യത്തിലും അവന്റെ ബോധ്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. ഫിലിപ്പോസിനോടും ശിഷ്യന്മാരോടും യേശു പറഞ്ഞത് മറ്റു തന്നെയാണ്: ഞാൻ പിതാവ് ഞാനും ഒന്ന് തന്നെയാണ്, ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ ദൈവമാണെന്ന് നീ മനസ്സിലാക്കുക, എൻ്റെ പ്രവർത്തികളിലൂടെ നീ ഇത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ക്രൈസ്റ്റ് മെന്റാലിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ ദൈവമാണ് എന്നുള്ള വ്യക്തമായ ബോധ്യത്തിലും ആ ഉറച്ച ബോധ്യത്തിലും ആ ആത്മവിശ്വാസത്തിലുമാണ് യേശു ജീവിച്ചിരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും താൻ ദൈവമാണെന്ന് അവൻ ഉറപ്പിക്കുക എന്നുള്ളത് അവന്റെ ലക്ഷ്യമായിരുന്നു. അത് തന്നെയാണ് അവൻ ഇപ്പോഴും ചെയ്യുന്നതും. അവൻ ദൈവമാണ്, അവൻ മനുഷ്യനല്ല. യേശു മനുഷ്യനല്ല, യേശു ദൈവമാണ്. മനുഷ്യരൂപം സ്വീകരിച്ചു വന്ന ദൈവം തന്നെയാണ് അവൻ. ആ ദൈവത്വത്തിന്റെ പൂർണ്ണതയിലേക്ക്, ആ ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് വളരുവാനായി നമുക്ക് ആഗ്രഹിക്കാം. അതിനെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സ്വർഗീയ പിതാവേ, ഈ നിമിഷം അങ്ങയുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അങ്ങ് ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ, ഞാൻ പിതാവാണെന്ന് ഇത്ര കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഫിലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ എന്ന് അവിടുന്ന് ഫിലിപ്പോസിനോട് ചോദിച്ചതുപോലെ, കർത്താവെ, ആ ചോദ്യം ഞങ്ങളോട് അവിടെ ചോദിക്കാതിരിക്കുവാൻ തക്ക രീതിയിൽ, കർത്താവെ, അങ്ങ് ദൈവമാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അവിടുന്ന് ഞങ്ങളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ അവിടുന്ന് പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. സോറിയാസിസുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഷോൾഡറിന്റെ ഡിസ്ലൊക്കേഷൻസ് കർത്താവ് പരിപൂർണമായി എടുത്തു മാറ്റുന്നു. വീണ്ടും പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഭവനം പണി തുടങ്ങി വെച്ചു, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തിയുടെ ഭവനം പണിയുടെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുന്നു. തലയിൽ ഡാൻഡ്രഫ് താരൻ പോലെ വരികയും പിന്നീട് അതൊരു മുറിവ് പോലെ, ഒത്തിരി ചിരങ്ങ് പോലെ വ്രണങ്ങളായി വരുന്ന ഒരു അവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് പരിപൂർണമായി വിടുവിക്കുന്നു, സൗഖ്യമാക്കുന്നു. ചില എൻട്രൻസ് പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവരെ കർത്താവ് സഹായിക്കുന്നു. പരീക്ഷയിൽ ദൈവം യഹോവ നിസ്സിയായവൻ, ജയക്കോടിയായ കർത്താവിന്റെ ജയം നിങ്ങൾ കാണുവാൻ പോകുന്നു. കർത്താവിന്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.